എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. MG റോഡിൽ കടകളിലേക്ക് വെള്ളം കയറി. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൈഫുന്നിസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാവിലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ എറണാകുളം നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. MG റോഡിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയാണ് ആംബുലൻസുകൾ അടക്കം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് ചേർന്നുള്ള കടകളുടെയും അവസ്ഥ അതിലും പരിതാപകരമാണ്. കാരണം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഉള്ള സ്റ്റാഫുകളൊക്കെ വെള്ളം കളയാനായിട്ടുള്ള തത്രപ്പാടിലാണ്. ബക്കറ്റുകളിൽ വെള്ളം കോരി കളയുകയാണ്. ചേച്ചി, ഇത് എപ്പോഴും ഇങ്ങനെയാണ്? എല്ലാ വർഷം ഇങ്ങനെ തന്നെയാണ്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഈ വെള്ളം കോരല് പണി സ്ഥിരമുള്ളതാ. ഇത് കുറെ പ്രാവശ്യം എല്ലാവരോടും പറയണം. ബിസിനസ് മാത്രമല്ല, ഇത് ഞങ്ങൾക്ക് വലിയൊരു പണിയാണ്. ഒരുപാട് സാധനങ്ങൾ നാശനഷ്ടവും വരാറുണ്ട്. ഡ്രസ്സും ഇപ്പൊ നമ്മൾ രാത്രിയിലാണ് ഈ മഴയെങ്കിൽ അവിടെ മൊത്തം ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുക. ഇവിടെ തൊട്ടപ്പുറത്തുള്ളത് ഈ ചെരുപ്പ് കടകളാണ്. ചെരുപ്പ് കടകളിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ കടയിലേക്ക് വെള്ളം കയറി തുടങ്ങുകയാണ്. അത് വെള്ളം അകത്തേക്ക് കയറാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറച്ചു നേരം കൂടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് കയറുമോ? അത് ഓൾറെഡി കയറി കഴിഞ്ഞു. ഞാൻ പുറത്തെ ഷോപ്പിലാണ്. ഓൾറെഡി ഞങ്ങൾക്ക് കയറി കഴിഞ്ഞു. ഇപ്പൊ സ്റ്റോക്കൊക്കെ മേലേക്ക് മാറ്റിയോ? സ്റ്റോക്കൊക്കെ മാറ്റി. ഇത്രയും ദിവസവും മോട്ടർ ഉണ്ടായിരുന്നു, മോട്ടർ മാറ്റി വെള്ളം കയറി. ഇപ്പോഴത്തെ ഫസ്റ്റത്തെ വെള്ളം കയറിയാണ്. മോട്ടർ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു, അതിപ്പോൾ അടിച്ചു കളയാനുള്ളത് പോകുമായിരുന്നു. ഈ കടയുടെ അവസ്ഥ നമുക്ക് കാണാം. ഇതൊക്കെ കുറച്ചുകൂടെ പ്രീമിയം ചെരുപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഷൂകളൊക്കെയാണ് ഉള്ളത്. ആ ഷൂകളുടെയൊക്കെ അവസ്ഥയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ ഓടയൊന്ന് ക്ലീൻ ചെയ്ത ശേഷം വെള്ളം കയറുന്നതിൽ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ അവിടെ അറ്റത്തൊരു മോട്ടർ ഉണ്ടായിരുന്നു. ആ മോട്ടർ മാറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാറ്റിയതിന് ശേഷമാണ് ഇതിങ്ങനെ വന്നേക്കണെന്നാണ്. ഇതിന്റെ മുകളിലേക്ക് സ്റ്റാഫുകളൊക്കെ തന്നെ ഈ ചെരുപ്പുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുറകിൽ നിന്നും വെള്ളം കയറുന്നുണ്ടോ? ബാക്കിൽ നിന്ന് വെള്ളം കയറുന്നു. ഈ ഇതിന്റെ ഒരു പരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യം നാളുകളായി ഇവർ ഉന്നയിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും ഇതിനൊരു പരിഹാരം ആയിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. ക്യാമറാമാൻ ടിബിനൊപ്പം സൈഫുന്നിസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.